നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മൾ പൊതുജനം ആരാണ് യഥാർത്ഥ VIP? ഇത്രയധികം സന്നാഹങ്ങൾ ഒരുക്കി ഏത് VIP ആണ് നമുക്ക് ഈ റോഡിലൂടെ കടത്തിവിടാനുള്ളത്? ഡോക്ടർ BG ഗോകുലൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: അല്പം മുമ്പ് തിരുവല്ല പുഷ്പഗിരി ബൈപ്പാസ് ജംഗ്ഷനിൽ എൻ്റെ കാർ പ്രവേശിച്ചത്. കൂടുതലായി പോലീസ് അധികാരികളെ റോഡിൽ കണ്ടു. ഏതോ VIP വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഞായറായതുകൊണ്ടും ഉച്ചയ്ക്ക് 3:30 സമയമായതുകൊണ്ടും പാത ഏതാണ്ട് വിജനമാണ്. ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലും സിഗ്നൽ ലൈറ്റുകൾ കൃത്യമായി അടയാളം കാട്ടി മുന്നോട്ട് പോയി. റെയിൽവേ ജംഗ്ഷനിലെത്തിയപ്പോൾ ഇടതുവശം ചേർത്ത് ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തി. ഡ്രൈവർ പുറത്തിറങ്ങി ആർക്കോ ഫോൺ ചെയ്തു. പൊടുന്നനെ സിഗ്നൽ ലൈറ്റുകൾ മഞ്ഞയായി മിന്നി തുടങ്ങി. വണ്ടി മുന്നോട്ട് പോയി. ചിലങ്ക ജംഗ്ഷനിൽ അപ്പോഴും പച്ച സിഗ്നൽ കൃത്യമായി വന്നു. വണ്ടി മുന്നോട്ട്. രാമചന്ദ്ര ജംഗ്ഷനിൽ വീണ്ടും പച്ച ലൈറ്റ് കെടാതെ നിൽക്കുന്നു. അതായത് ബൈപ്പാസ് വഴി എളുപ്പം നഗരം കടന്നു കിട്ടാൻ 5 ട്രാഫിക് സിഗ്നൽ. മിക്കവാറും എല്ലായിടത്തും ചുവപ്പും കിട്ടും. അതവിടെ നിൽക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. വലതു തിരിഞ്ഞ് MC റോഡിൽ പ്രവേശിച്ച് മുത്തൂർ ജംഗ്ഷനിൽ ചുവന്ന ലൈറ്റ് മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ റോഡിന് ഏതാണ്ട് മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു വണ്ടി ഒതുക്കിയിടാൻ. ജംഗ്ഷന് മുന്നേ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആളുകളെ ശ്രദ്ധിക്കണം, വണ്ടികൾ ശ്രദ്ധിക്കണം, പോലീസിനെ ശ്രദ്ധിക്കണം. എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോൾ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മുൻ പറഞ്ഞ പോലെ ശക്തമായി കൈവീശി ഇടതൊതുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒതുക്കി ഒരുവിധം നിർത്തിയപ്പോൾ അതാ വരുന്നു മിന്നൽ പോലെ ഏതോ ഒരു VIP, ഇന്നോവ കാർ, അകമ്പടി ജീപ്പ് തുടങ്ങിയവയുമായി പെരുന്തുരുത്തി ഭാഗത്തു നിന്നും സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ തന്നെയാണ്. പോലീസ് ഓഫീസർ കാറിനടുത്ത് വന്നു. ഞാൻ ചില്ല് താഴ്ത്തി. എന്താ ചേട്ടാ, എത്ര നേരമായി ഞാൻ കൈ കാണിക്കുന്നു, ഒന്നും കാണുന്നില്ലേ? ഞാൻ അശ്രദ്ധമായാണ് വാഹനം ഓടിച്ചത് എന്ന ധ്വനിയുണ്ടോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു, മാഷേ, ഞാൻ എന്തെല്ലാം നോക്കി വേണം വണ്ടി ഓടിക്കാൻ? അപ്പോൾ ആ പോലീസുകാരുടെ ഉപദേശം, ചേട്ടന് തന്നെയല്ലേ അപകടം ഉണ്ടാകുക, ശ്രദ്ധിക്കണ്ടേ എന്ന ഉപദേശവും. കുട്ടികളുടെ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്യാനായി ഞാനും ഒരു VIP ആയാണ് കാറിൽ പോയിക്കൊണ്ടിരുന്നത്. അതുവരെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ആരുമല്ലാതായി എന്ന് തോന്നിപ്പോയി. ഏതായാലും അധികാരി പഴയ ഭാഷയൊന്നും ഉപയോഗിച്ചില്ല. അതുതന്നെ ഭാഗ്യം. നമ്മൾ പൊതുജനം ആരാണ് യഥാർത്ഥ VIP? തിരക്കൊഴിഞ്ഞ പാതയിൽ ഇത്രയധികം സന്നാഹമൊരുക്കി ഏത് VIP ആണ് കടത്തിവിടുന്നത്? സാങ്കേതികമായി പരിശോധിച്ചാൽ പോലീസിന് അവരുടെ മാനുവൽ ഉണ്ടാകും VIPകളുടെ യാത്രയ്ക്ക്. എന്നാൽ സിഗ്നൽ കെടുത്താനുള്ള അധികാരം, അമിത വേഗതയിൽ സഞ്ചരിക്കാനുള്ള അധികാരം, പൊതുജനത്തെ തടഞ്ഞു നിർത്തി VIP യാത്ര സുഗമമാക്കാനുള്ള അധികാരം, ഇതൊക്കെ മാറിയില്ലെങ്കിൽ പിന്നെ സ്വതന്ത്ര ജനാധിപത്യ രാജ്യം 75 വർഷം പിന്നിട്ടതിൻ്റെ ബാക്കി പത്രം എന്താണ്? സ്വയം ചിന്തിക്കുക, മറ്റുള്ളവർക്ക് അവബോധം നൽകുക, യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങൾ അറിയുക. നമുക്ക് മാറ്റാൻ വൈകിയ അനവധി വാക്കുകൾ ഇനിയുമുണ്ട്. അധികാരം, VIP, അധികാരി, ഉന്നത ഉദ്യോഗസ്ഥൻ, തടഞ്ഞു വയ്ക്കുക, താഴ്മയോടെ അപേക്ഷിക്കുക, അതേതായാലും മാറ്റിയിട്ടുണ്ട്. വിനീത വിധേയൻ, അതും മാറ്റിയിട്ടുണ്ട്. ഏതാനും വർഷം മുമ്പ് സ്വയം സാക്ഷ്യപ്പെടുത്താൻ പൊതുജനത്തിന് നിയമം കൊണ്ടുവന്നപ്പോൾ ഏറെ ആഹ്ലാദമായിരുന്നു. യാതൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ നമുക്ക് വേണ്ടി സത്യവാങ്മൂലം തരുന്നതിലെ ജാള്യത മാറിയല്ലോ എന്ന്. എന്തായാലും നവയഥാർത്ഥ ജനാധിപത്യ രാഷ്ട്രത്തിന് തെല്ലും ഭൂഷണമല്ല ഇതുപോലെയുള്ള സംഭവങ്ങൾ. നന്ദി എന്ന ഡോക്ടർ BG ഗോകുലൻ. ഇങ്ങനെയാണ് ഡോക്ടർ BG ഗോകുലൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ് ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.